നിന്നെ ഇങ്ങനെ താൻ തോന്നിയായിട്ട് വിട്ടാൽ അപകടമാ. അമ്മേ, ഇവളെ ഇനി പുറത്തേക്ക് വിടാൻ പാടില്ല. ഞാൻ കൊള്ളാവുന്ന ഒരുത്തിനെ സ്നേഹിക്കുന്നതിന് ചേച്ചിക്കെന്ന് എത്ര കണ്ണുകടി? അവനുമായുള്ള ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നോക്കുന്ന എന്തിനാ? സ്നേഹിക്കുന്ന എന്റെ സ്വന്തം കാര്യമില്ലേ? സ്വന്തം കാര്യമോ? എടി, എനിക്ക് സ്നേഹിക്കാനും ഓടിപ്പോകാനും ആളില്ലാഞ്ഞിട്ടല്ല, നിന്നെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ആവശ്യപ്പെട്ടോ എന്നെ പഠിപ്പിക്കാൻ? എടി, നിന്റെ സംസാരം കുറെ കൂടിപ്പോന്നുണ്ട്. ഇവിടെ നിന്റെ മൂത്തതാ. ഈ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും വഹിക്കുന്ന എവിടെ അഭിപ്രായം നോക്കേണ്ടി വരും. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യം. പ്രതാപന് ഞാൻ കല്യാണം കഴിച്ചാൽ അത് നടക്കില്ല, അല്ലേ? എന്താണ് നീ പറഞ്ഞത്? അത് തന്നെ, പ്രതാപന്റെ അച്ഛനെ കൊണ്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ. എടീ, നീ അത്രയ്ക്കൊക്കെ പറയാറായോ? നിന്റെ നാളെ ഞാൻ പിടിച്ചെടുക്കും. പഠിച്ചാലും കൊന്നാലും ശരി. നശിച്ചവളെ, ഞാൻ പോയിക്കൊള്ളാം. എന്നെ കൊണ്ട് ആരും വിഷമിക്കണ്ട. ചക്കര വിട്ടാ എന്റെ പൊന്നു മക്കളെ, കളിക്കും മക്കളെ. ആ നല്ല കുട്ടി. കുറച്ചുകൂടി കഴിക്കും മോനെ, മമ്മി കരയും. ആ കണ്ടിട്ട് തന്നെ പന്തിയല്ലെന്ന് തോന്നുന്നു. ചികിത്സിക്കാൻ കൊണ്ടുവന്നായിരിക്കും. അയ്യോ, ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടർ. അന്ന് ഇവനെന്താ കഥകളുപദ്രവമാണോ കാണിക്കുന്നത്? ഇവന് വേദോപദ്രവമുണ്ട്. അദ്ദേഹം ഉണ്ടോ? ദേ, ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ പോകാനാ പറഞ്ഞു? ഉള്ളെന്നാ തോന്നുന്നു. അല്ലോ, ഇത് ആള് ഉപദ്രവമുള്ള സൈസാണെന്ന് തോന്നുന്നു. സംസാരിച്ചു തരാം കേട്ടോ. എന്റെ മോനെ നല്ല ഉന്നോ. ശരിയാ, നല്ല ഉന്നൻ. ദേ, ആ പാത്രത്തിരിക്കുന്നിടത്ത് എറി. വീട്ടിൽ വരുന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഭ്രാന്താണ്, മൂന്നിനും വട്ട. ഇത് കണ്ടില്ലേ? സാരമില്ല, അവരറിയാതെ വന്നതല്ലേ. ആണല്ലേ? അയ്യോ, അപ്പൊ അവർക്ക് കാപ്പി കൊടുക്കണ്ടേ? കാപ്പി തരാം കേട്ടോ. അണ്ണ മോനെ, ചേട്ടാ ചേട്ടാ, ഒരു മുട്ടയുള്ള അതുകൂടെ അങ്ങ് എറിഞ്ഞോട്ടെ. ക്ഷമിക്കണം, അവൾക്ക് അല്പം ഒരു സാരം. ഡോക്ടറെ ഒന്ന് കാണാൻ വന്നാ. അങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഞങ്ങളിവിടെ നിന്നോളാം. അതെ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇവരെ കണ്ടില്ലേ? ദിവസം ചെല്ലും തോറും മെലിഞ്ഞു വരുന്നു. പണ്ട് ആന പോലിരുന്നോ? എന്റെ ഭാര്യയ്ക്കാണ് ഇപ്പൊ എന്റെ കണ്ടേ കൂടെ. സോറി, ഞാൻ അങ്ങനത്തെ ഡോക്ടറല്ല. വാതൊക്കെ ബോർഡിരിപ്പുണ്ടല്ലോ. എനിക്ക് സയൻസിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അയ്യോ, അങ്ങനെയും ഡോക്ടർമാരുണ്ടോ? ക്ഷമിക്കണം സാർ, വേറെ ഡോക്ടർമാരാര്? കുറച്ച് വടക്കൂട്ട് പോയാൽ മതി. അത് മൃഗഡോക്ടറല്ലേ? അതിന് തൊട്ടടുത്ത്. എന്നാ ഞങ്ങൾ വരട്ടെ. ഇവനെ മൃഗഡോക്ടറെ കാണിച്ചാലും മതി. അതെ, നടക്ക്. കിട്ടിയില്ലായിരുന്നില്ല. പിടിച്ച ഓടിപ്പോവും. അപ്പോ പുതിയ DIG എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതൊരു മത്സരമായി കാണണ്ട, വഴി ഞാനുണ്ടാക്കിക്കോളാം. ഇവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് എന്റെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് എന്നോട് പകവെട്ടി. ഇപ്പോ ചേരിയിലെ ഒരു തീപിടിച്ചിയുടെ അനിയത്തിയെ കാണാതായതിന്
എന്റെ ആളെ കസ്റ്റഡിയിലെടുത്ത് എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ശവത്തിനരികിൽ വാസുവിന്റെ കർച്ചീഫ് കണ്ടു. പിന്നെ ചേരി നിവാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്യുന്നു മാത്രം. ഉം. ഉം. ആ, അപ്പോ ഞാൻ ഇറങ്ങുന്നു. ചെയ്യ. എന്താ? ആകെ കുഴപ്പമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കുറെ കുട്ടികൾ മരിച്ചു, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും താൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. ആശുപത്രി മുഴുവൻ കുട്ടികളാണ്. ആകെ കുഴപ്പമാകും. അതിന് താൻ എന്തിനെങ്കിലും വിപ്ലവം കാണിക്കുന്നത്? ലക്ഷങ്ങൾ എറിഞ്ഞ് നേതാക്കന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. ഹലോ, എനിക്ക് മിസ് മാത്യൂസിനെ ഒന്ന് കാണണം. എന്തിന്? സ്കൂൾ കെട്ടിടം തകർന്നു വീണ് കുറെ കുട്ടികൾ മരിച്ച കാര്യം മിസ്റ്റർ നായർ അറിഞ്ഞിരിക്കുമല്ലോ. മാത്യൂസ് അല്ലേ അതിന്റെ കോൺട്രാക്ടർ? ഇതാ മാത്യൂസിന് വേണ്ടി കോടതി നൽകിയ മുൻകൂർ ജാമ്യം. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ. ശരി. ഇന്ന് വരെ ആരുടെ മുമ്പിലും തോറ്റുകൊടുത്ത പാരമ്പര്യം എനിക്കില്ല. തോൽവിയുടെയും ജയത്തിന്റെയും പ്രശ്നമല്ലത്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ജനങ്ങളോട് ചില കടപ്പാടുകളുണ്ട്. അതെനിക്ക് മറക്കാനൊക്കില്ല. പലതും നേടാനുള്ള ഈ ജീവിതം ചെറുപ്പത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് പാഴാക്കി കളയരുത്. മിസ്റ്റർ നായർ, ഈ കാക്കിയുടുപ്പിന്റെയും തൊപ്പിയുടെയും മാന്യത കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും തൊപ്പി ഊരിവെച്ച് വീട്ടിൽ പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടി വന്നാൽ കുറ്റവാളികളുടെ കൈക്ക് വിലങ്ങ് വെച്ചിട്ടേ ഞാൻ പോകും. കാണാം. ഇനി കാണുന്നത് കാണേണ്ട രീതിയിൽ തന്നെ ആയിരിക്കും. ബൈ. മാത്യു, മന്ത്രിയുടെ പേര് ഫോണിൽ കിട്ടുമോ നോക്ക്. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ. ഓക്കെ സർ.